വാടക ഗർഭധാരണത്തിന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംതറും ജസ്റ്റിസ് എസ് മനുവിൻ്റെയാണ് ആ വിധി. ഇന്ത്യയിലെ സറോഗസി ആക്ട് 2021 നിലവിൽ വന്നു. അതിൻ്റെ റെഗുലേഷൻസൊക്കെ വീണ്ടും മാറി 2024 അത് അമെൻഡ് ചെയ്തു. വാടക ഗർഭധാരണത്തെപ്പറ്റി സറോഗസി റെഗുലേഷൻ ആക്ട് പ്രകാരം അത് ഇന്ത്യയിലെ പലർക്കും അജ്ഞാതമാണ്. എങ്കിലും പല ആൾക്കാരും സറോഗസി അല്ലെങ്കിൽ വാടക ഗർഭധാരണത്തെ ആശ്രയിക്കാൻ തുടങ്ങി. അതിനകത്ത് ധാരാളം നിയമപ്രശ്നങ്ങളുണ്ട്. എങ്കിലും പൊതുവായിട്ട് നമ്മൾ നോക്കുമ്പം ഹൈക്കോടതി ഇപ്പം നിരീക്ഷിച്ചിരിക്കുന്നത് വാടക ഗർഭധാരണത്തിന് പ്രായപരിധി 23 വയസ്സ് മുതൽ 51 എന്ന് പറഞ്ഞിട്ടുണ്ട്. 51 തികയുന്നതിൻ്റെ തലേദിവസം വരെ വാടക ഗർഭധാരണത്തിന് അനുമതി ലഭിക്കും. ഇപ്പം കോഴിക്കോട് നിന്നൊരു കേസ് ഹൈക്കോടതി വന്നിരിക്കുന്നത് വാടക ഗർഭധാരണത്തിന് തയ്യാറായ ഒരാളുടെ പ്രായം അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞിരിക്കും. അതിലാണ് കൃത്യത ഹൈക്കോടതി ഇപ്പം വരുത്തിയിരിക്കുന്നത്. 51 തികയുന്നതിൻ്റെ തലേദിവസം വരെ വാടക ഗർഭധാരണം നടത്തുന്നതിന് തടസ്സമില്ല എന്നാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് വാടക ഗർഭധാരണം സറോഗസി ആക്ട് പ്രകാരം ഇന്ത്യയിൽ നിയമമായിരിക്കുന്നത്? സാധാരണഗതി ഭാര്യ ഭർത്താക്കന്മാരെ രണ്ടുപേരും ഇൻഫെർട്ടിലിറ്റി ടെസ്റ്റ് നടത്തി രണ്ടുപേർക്കും അല്ലെങ്കിൽ ഒരാൾക്ക് കുട്ടികൾ ജനിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഭർത്താവിനില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്കില്ല, അല്ലെങ്കിൽ രണ്ടുപേരും വിചാരിച്ചാലും കുട്ടികളുണ്ടാകത്തില്ല, ഇൻഫെർട്ടിലിറ്റി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു പ്രശ്നം. രണ്ടാമത്, ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് ഒരു കുട്ടി വേണം. അങ്ങനെയുള്ളവരും സറോഗസി ആക്ടിൻ്റെ നിയമപ്രശ്നം അനുസരിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ ഡൈവോഴ്സായ ആൾക്കാരുണ്ട്, അവർ തമ്മിൽ ചേരില്ല, പക്ഷെ അവർക്ക് ഇനി വിവാഹം കഴിക്കാനും താല്പര്യമില്ല, പക്ഷെ കുട്ടി വേണം. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, വിഡോസിന്, ഡൈവോഴ്സീസ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീകൾ, ഏതായാലും സറോഗസി ആക്ടിൻ്റെ പരിധിയിൽ ഇത് നമുക്ക് ഇന്ത്യയിൽ നടപ്പാക്കാൻ ഒക്കുള്ളൂ. ഇന്ത്യക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ ഒക്കുള്ളൂ. ഇന്ത്യയിലെ ഒരാൾ ഇന്ത്യക്കാരനും മറ്റൊരാൾ വിദേശിയാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ല. ഇതിലുണ്ടാകുന്ന കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്ക് വേണ്ടി വരും. മറ്റ് ഭാര്യ ഭർത്താക്കന്മാർക്കുണ്ടാകുന്ന കുട്ടികളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഈ സറോഗസി ആക്ടിൻ്റെ പരിധിയിൽ ഉണ്ടാകുന്ന കുട്ടികൾക്കും ഉണ്ടാകണം എന്നാണ് ഈ നിയമം പറയുന്നത്. ഇതിനകത്ത് നമുക്കറിയാം, ഈ ആക്ടിൻ്റെ പരിധി വരുമ്പം ഒരു സിംഗിൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ ആണെങ്കിൽ അവർക്ക് ഡോണർ ഒരു സ്പേം വേണം, ബീജം ഒരാൾ കൊടുക്കണം. അത് അവരുടെ യുക്തി അനുസരിച്ച്, അവരുടെ ഇഷ്ടം അനുസരിച്ച് ഒരാളെ സ്വീകരിക്കാം. അതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല. അതേസമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഇൻഫെർട്ടിലിറ്റി, അവർക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടാകാത്ത സാഹചര്യത്തിൽ വേറൊരു വാടക ഗർഭത്തിൽ ഒരു കുട്ടിയെ അവർക്ക് ജനിപ്പിക്കാം. അതിനും സാധ്യതയുണ്ട്. പക്ഷേ സറോഗസി ആക്ട് പരിധിയിൽ നമുക്കൊരു ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. രണ്ടുപേർക്കും ഇൻഫെർട്ടിലാണ്, കുട്ടികളുണ്ടാകില്ല, അല്ലെ ഒരാൾക്കുണ്ടാവും, മറ്റൊരാൾക്കുണ്ടാകില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും അടിസ്ഥാനത്തിൽ മാത്രമേ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ക്ലിനിക്കിൽ മാത്രമേ ഇത് ചെയ്യാൻ ഒക്കുള്ളൂ. ഏതായാലും 23-നും 51-നും വയസ്സിൻ്റെ ഇടയ്ക്കുള്ളവർക്ക് അവർക്ക് വാടക ഗർഭധാരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കും. പക്ഷേ ഇതൊരു കൊമേഴ്സ്യലായിട്ട് ഇന്ത്യയിൽ പലയിടത്തും രഹസ്യമായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് അവരെ അങ്ങനെ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഇവിടെ റെഗുലറായിട്ട് അല്ലെങ്കിൽ ലീഗലായിട്ട് മാത്രമേ ഇതിൻ്റെ പരിധിയിൽ ഉള്ള പ്രൊവിഷൻ അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഈ നിയമം പറയുന്നത്. അതുകൊണ്ട് ഈ വാടക ഗർഭധാരണത്തിൻ്റെ ആവശ്യം സിംഗിളായിട്ട് താമസിക്കുന്ന ഒരു സ്ത്രീക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിക്കായിരിക്കുകയാണെങ്കിൽ എഗ്ഗും വേണം അല്ലെങ്കിൽ ബീജം വേണം. രണ്ടിലേതെങ്കിലും ഒരെണ്ണം സ്വീകരിച്ചേ പറ്റുള്ളൂ. അത് അവരുടെ ഇഷ്ടമുള്ള യുക്തിക്കനുസരിച്ച് സ്വീകരിക്കാം.
അതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ അവർ തന്നെ ആളെ കണ്ടെത്തണമെന്നുള്ളൂ. അതിന് സർക്കാർ സഹായമോ ഏജൻസിയുടെ സഹായമോ ഒന്നും പാടില്ല. അവർ തന്നെ ആൾക്കാരെ അതിന് കണ്ടെത്തണം. ഏതായാലും ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഈ വിധി മൂലം 23-51 ഇടയ്ക്ക് ഗർഭധാരണം, വാടക ഗർഭധാരണം അനുവദിക്കും. അതിന് യാതൊരു സംശയമില്ല. അതേസമയത്ത് ഒരു കല്യാണം കഴിച്ച രണ്ടുപേരും കുട്ടികളുണ്ടാകാതെ വന്നാൽ 5 വർഷം കഴിഞ്ഞെങ്കിൽ മാത്രമേ സറോഗസി ആക്ടിൻ്റെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുള്ളൂ. 5 വർഷം അവർക്ക് കുട്ടികളുണ്ടായില്ല എന്ന് അവർ സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ ആ പരിധി കൊണ്ടുവരാൻ ഒക്കുള്ളൂ. അപ്പം എങ്ങനെയായാലും വാടക ഗർഭധാരണത്തെ തീർച്ചയായിട്ടും ഒരു ഡോണർ, അത് എഗ്ഗിനായാലും ശരി, ബീജത്തിനായാലും ശരി, അല്ലെങ്കിൽ സ്പേമിനായാലും ശരി, ഒരു ഡോണർ വേണം. അത് രഹസ്യമായിരിക്കണം. അത് പബ്ലിസിറ്റി കൊടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പല പല കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വലിയ സംഖ്യ ഓഫർ ചെയ്ത് പലരും ഇത് ഇന്ത്യയിൽ രഹസ്യമായിട്ട് നടത്തുന്നുണ്ട്. അത് കൊമേഴ്സ്യലായിട്ട്. അത് വാടക ഗർഭധാരണത്തിന് ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വളരെയധികം പണം അവർക്ക് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ലീഗലായിട്ട് അല്ലെങ്കിൽ മിതമായ രീതിയിൽ പണം കൊടുത്ത് ഒരു വാടക ഗർഭധാരണത്തിന് തയ്യാറായ സ്ത്രീയെ തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുവരാൻ ലീഗലായിട്ട് അതിന് യാതൊരു തടസ്സവുമില്ല. അതേസമയത്ത് ഇത് കൊമേഴ്ഷ്യലായിട്ട് ചിലരെ ആവശ്യം അനുസരിച്ച് കൂടുതൽ പണങ്ങൾ കൈപ്പറ്റാനുള്ള ഏജൻസികളുണ്ട്. അവരാളെ സംഘടിപ്പിച്ചു കൊടുക്കും. അതൊരു കൊമേഴ്ഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു കച്ചവട രീതിയിൽ വരാൻ സറോഗസി ആക്ട് അനുസരിച്ച് അത് നടക്കില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ശിക്ഷ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും അവരുടെ മറ്റു കുട്ടികളെ പോലെയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടാകും. ചില ആൾക്കാർക്ക്, ഭാര്യ ഭർത്താക്കന്മാർക്ക് കുട്ടിയുണ്ട്, ഹാൻഡിക്യാപ്റ്റാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് നടക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്റ്റായ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇനി ഒരു കുട്ടി ഉണ്ടാകില്ല. ഒരു വാടക ഗർഭം വാടകയ്ക്കെടുത്ത് തീർച്ചയായിട്ടും അവർക്കൊരു കുട്ടി ഇനിയൂടെ ഉണ്ടാകുന്നതിന് തടസ്സമില്ല. സറോഗസി ആക്ട് അതിന് അനുവദിക്കുന്നുണ്ട്. പൊതുവേ ഇത് വളരെ ഇന്ത്യയിലെ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമപരമായ പ്രശ്നമാണ്. എങ്കിലും സറോഗസി ആക്ട് 2021 ഇന്ത്യയിൽ നിലവിൽ വന്നു. 24 അത് വീണ്ടും അമെൻഡ് ചെയ്ത് കുറച്ചുകൂടെ അമെൻഡഡ് ആയിട്ടുള്ള ചില പ്രൊവിഷൻസ് വന്നിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അകത്ത് സെക്ഷൻ 14, സെക്ഷൻ 20, സെക്ഷൻ 21 വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ല, ഇന്ത്യയിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ മറ്റു കോടതികളിലൊന്നും അധികം ഓർഡേഴ്സ് ഒന്നും നിലവിലില്ല. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രൊവിഷന് വയലേറ്റ് ചെയ്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ കേസ് വരുമ്പോൾ അങ്ങനെയുള്ള ലീഗൽ ഡയറക്ഷൻ ഒരു തുടക്കം ഇട്ടിട്ടുണ്ട് കേരളത്തിൽ. അതാണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസിൻ്റെയും ആ രണ്ടുപേരുടെയും ആ വിധിയിൽ നിന്ന് ഈ സറോഗസി ആക്ട് ഉണ്ടെന്നും അതനുസരിച്ച് കുട്ടികളെ ആവശ്യമുള്ളവർക്ക് അത് നേടിയെടുക്കുന്ന നിയമ തടസ്സങ്ങളൊന്നും ഇല്ല എന്നും വിവാഹം കഴിക്കാതെ കുട്ടികൾ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് ഒരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ തോന്നിയാൽ അതിനൊന്നും നിയമ തടസ്സങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലില്ല 2021 മുതൽ. അതുകൊണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും മുഴുവൻ ഇത് വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാർ ഇപ്പം കേരളത്തിലുണ്ട്. അവർ പല സ്ഥലത്തു നിന്ന് ദത്തെടുക്കുകയാണ്. അവരുടേതായ ബന്ധം ഏതെങ്കിലും ഒരു പാർട്ട്ണറുടെ ഒരു കുട്ടി ഒരു വാടക ഗർഭത്തിലോട്ട് മാറ്റി എടുക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ് സറോഗസി ആക്ടിൻ്റെ പ്രത്യേകത.